അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ നേരെ പോയത് തിരുമാതാംകുന്നിലേക്ക് കേട്ടോ. തിരുമാതാംകുന്ന് അമ്പലത്തിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു എനർജിയൊക്കെയാണ് നമുക്ക്. നമ്മൾ ചെന്ന ദിവസം മാംഗല്യ പൂജയുടെ ദിവസം കൂടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു 3 ദിവസം ഈ പൂജ ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് നല്ല എന്താ പറയുക കല്യാണാലോചനകൾ വരും, അങ്ങനെ നല്ല ബന്ധങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇവിടെ. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ 3 പൂജ, അങ്ങനെയാണ് ഓരോ വർഷവും ഓരോ പൂജ എന്ന നിലയ്ക്കാട്ടോ. ഇവിടെ എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മാംഗല്യ പൂജയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇതിനായിട്ട് വരാറുണ്ട്, നമുക്ക് കാണാറുണ്ട് കേട്ടോ. പിന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ അതിനായിട്ടുണ്ട്. പിന്നെ നമ്മളിത് രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദം കേട്ടോ. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ വഴിപാട് കഴിക്കാറുണ്ട്. ഈ ഒരു പ്രസാദം കിട്ടാൻ വേണ്ടി മാത്രം കഴിക്കണതാട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി ഇതാ തോടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. നല്ല കാറ്റുണ്ട്, അപ്പുറത്ത് പാടുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെതായ തന്നെ ഞാറ് നടയിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കൊക്കെ പോയിട്ട് ഞാറ് നടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് പങ്കെടുക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോൾ വന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കും കുറേ നേരം. ഇവിടെ എന്ന് വെച്ചാൽ നല്ലൊരു രസമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ. പിന്നെ ഒരുപാട് പേര് കല്യാണത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വരില്ലേ, നമ്മൾ സേവ് ദ ഡേറ്റും കല്യാണത്തിൻ്റെ കുറേ ഫോട്ടോഷൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണെന്ന് വെച്ചാൽ പറയും വേണ്ട, നല്ല തിരക്കായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കുറച്ചൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇരുന്ന് പോട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് അമ്പലത്തേക്ക് കയറുകയാണ്. അപ്പം നല്ല വെയിലായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ. അതിനിടയ്ക്ക് നമ്മൾ കണ്ടൊരു വീടാട്ടോ. ഇതെപ്പോൾ വന്നാലും നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. ഇവിടെ നല്ല രസമല്ലേ ഈ കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെയറല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ താമസിക്കുന്നില്ല ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധയപ്പെട്ട ഒരു പെയിൻറ്റിങ്സ് ആട്ടത്. ഇവിടെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയെന്നൊരു സ്ഥലം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് വളയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇപ്പോൾ അമ്പലത്തേക്ക് വരുമ്പോൾ തുടങ്ങിയൊരു എന്താ പറയുക ഒരു ഭ്രാന്താണ്. ഇപ്പോൾ വരുമ്പോഴും കയ്യിൽ വളയൊന്നും ഇടില്ല. ഇവിടെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഇവിടുന്ന് വള മേടിച്ചിട്ട് പോകും. അതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കളക്ഷൻ എന്നുള്ള രീതിക്ക് ഞാനത് തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഈ ഒരു കുപ്പിവളകളോട് പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ വല്ല എന്താ പറയുക സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.